അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീണ്ടും ലുലുവിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് റിപ്പബ്ലിക് ഡേ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല നമ്മുടെ കൊടികളുടെയൊക്കെ ഉള്ള ഒരു ഇതൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലുലു മാളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ചിക്കൻ ബിരിയാണിയിലെ അതാണ് കഴിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ, നമ്മുടെ ലുലു മാളിലുള്ള NMR അപ് ടൗൺ ഈസ്റ്റിലാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞങ്ങൾ ഇന്ന് ലുലു മാളിലേക്ക് പോവുകയാണ്. എന്താണ് വൈകിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് ലുലു മാളിൽ കുറേ ദിവസമായി പോയിട്ട് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഹൈവേൻ്റെ ഇതിലൂടെ പോവുകയാണ്. പാലന ഹോസ്പിറ്റലാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. പാലക്കാടുള്ള മെയിനായിട്ട് ഹോസ്പിറ്റലാണ് പാലന ഹോസ്പിറ്റൽ. അതിൻ്റെ തൊട്ട് തന്നെയാണ് ലുലു മാൾ. അപ്പോൾ നേരെ ലുലു മാളിലേക്ക് പോവുകയാണ് ഗൈസ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ലുലു മാളിൽ നല്ല ലൈറ്റായിട്ട് അടിപൊളിയാണ്. വൈകിട്ട് പകല് കാണുന്നതിനെക്കാട്ടും നല്ലത് വൈകുന്നേരങ്ങളിൽ അടിപൊളിയാണ്. നല്ല തിരക്കൊക്കെ ഇട്ട് തോന്നുന്നു. അതായത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് പാർക്കിങ്ങിൻ്റെ അവിടെ പോവാട്ടോ. താഴെയാണ് പാർക്കിങ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എത്ര ദിവസമായാലും വന്നിട്ട് നമ്മളെപ്പോഴും വണ്ടി നിർത്തുന്നത് കുറച്ച് ഫ്രണ്ടിലാണ് കേട്ടോ, അപ്പുറത്താണ് കൊണ്ടുപോയി നിർത്തുന്നത്. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് എത്തിയിട്ട് അവിടെ നല്ല തിരക്കാണ്. പാർക്കിംഗ് വണ്ടികളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. കുറേ വണ്ടികളായിട്ട് മേലെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് പോവാം. സൗകര്യമായിട്ട് ട്രോളിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ലുലുവിൽ എപ്പോഴത്തേയും പോലെ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയാണെന്ന് തന്നെ ഉള്ളൂ, പക്ഷേ തിരക്കുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ സോപ്പ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നിരിക്കുകയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലേ സൗ? നോക്കാം. എത്ര രൂപയാണത്? ഓരോരോ ഐറ്റങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്, കുറേ ദിവസത്തിന് ശേഷം. അപ്പം ഞങ്ങൾ കോഴിക്കോട് ചിക്കൻ ബിരിയാണിയിലെ അതാണ് കഴിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ലുലു മാളിലുള്ള NMR അപ് ടൗൺ ഈസ്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പുറത്ത് ഫുഡ് കോർട്ട്, അവിടെ ഫുഡ് കോർട്ട്, അപ്പുറത്ത് ഫണ്ടൂറ, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞങ്ങളിന്ന് കഴിക്കാൻ പോണത് എന്താണ്, ഞാൻ കോഴിക്കോട് ചിക്കൻ ബിരിയാണി. ഇത് പിന്നെ മിക്സ് ഫ്രൂട്ടാണ് കേട്ടോ. മിക്സ് ഫ്രൂട്ട്സ് ഇവിടെ ആ ജ്യൂസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വന്നിട്ട് ഇത് നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ ഇപ്പുറത്ത് തന്നെയുള്ള NMRകാരുടെയാണ് കേട്ടോ. ഇത് NMR ബിരിയാണി അപ് ടൗൺ ഈസ്റ്റ് എന്നൊക്കെ പറയണത് അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട്? അയ്യോ വേണ്ടി കിടന്നില്ല. ശരി ശരി, നമുക്കിത് കഴിക്കാം. നമ്മൾ NMR ഇതുവരെ വന്ന് കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ന് കുറേ ദിവസമായിട്ടാണ് ലുലു മോളിലേക്ക് വന്നിട്ട്. അപ്പോൾ എന്തായാലും ലുലു മോളിൽ വന്ന് ഇന്ന് ഇവിടെ NMRൻ്റെ ഒരു അപ് ടൗൺ പറഞ്ഞിട്ടൊരു എന്താണ് നമ്മൾ ബിരിയാണിയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ കഴിക്കണമെന്ന് കുറേ ആയി വിചാരിക്കണം, വരാൻ പറ്റിയിട്ടില്ല. ഇന്ന് വന്നപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബിരിയാണി കേട്ടോ, അടിപൊളിയായിട്ട് കോഴിക്കോട് ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് വാങ്ങിയിട്ട് 50-50 ആക്കിയില്ലേ സൗ? പക്ഷെ വയറ് കറക്റ്റായി അല്ലേ? നന്നായി കഴിക്കുന്നവർക്കൊക്കെ സൂപ്പറാണ്. അപ്പോൾ പിന്നെ ഞങ്ങളൊരു മിക്സഡ് ഫ്രൂട്ടാണ് കേട്ടോ വാങ്ങിയത്. സൗമ്യ കണ്ടില്ലേ, അതാ ബിരിയാണിയൊക്കെ കഴിച്ചു. സൗ എങ്ങനെയുണ്ട് ബിരിയാണി? നന്നായിട്ടുണ്ട് അല്ലേ? അപ്പുറത്തൊക്കെ ലുലുവിൽ എന്താ പറയുക തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല തിരക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് ഫുഡ് കോർട്ടിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. പിന്നെ ഞങ്ങൾ ലുലു ഫാഷൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല, താഴെയൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ വാങ്ങിയില്ല സോ അപ്പോൾ ഇത് NMR അപ് ടൗൺ ഈറ്റ്സ് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇനി നേരെ കഴിച്ചു കഴിഞ്ഞ് പോകാമല്ലോ സോ. അപ്പോൾ ഇതൊക്കെയേ ഉള്ളൂ ലുലുവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്താ പറയുക, ലുലു മാളിൽ തിരക്കൊക്കെ ഉണ്ട് ഗൈസ്. റിപ്പബ്ലിക് ഡേ കഴിഞ്ഞതിൻ്റെയൊക്കെ അവിടെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര കുറേ ദിവസമായിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നൊക്കെയാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.